ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവരായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവിക ചിന്തയ്ക്കായി 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലവിധ ചിന്തകളാല് പലവിധ വിഷയങ്ങളാല് നമ്മൾ ഭാരപ്പെടുന്നവരാണ്. ദൈവവചനം വ്യക്തമായി പറയുകയാണ്, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ആമേൻ, ഹല്ലേലൂയ. നിന്റെ പ്രയാസങ്ങൾക്ക്, നിന്റെ ഭാരങ്ങൾക്ക് അറുതി വരുത്തുവാൻ ദൈവം മതിയായവനാണ്. ആമേൻ, ഹല്ലേലൂയ. ഹന്ന പ്രാർത്ഥിച്ചു തന്റെ ജീവിതത്തിന്, ആമേൻ, ഹല്ലേലൂയ, അവൾ ഉരുകിയ വിഷയത്തിന്, അവൾ, ആമേൻ, ഹല്ലേലൂയ, അവളുടെ മനസ്സ് വേദനിച്ച വിഷയത്തിന് ദൈവം പരിഹാരം കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഒരു മനുഷ്യനാലും സാധിക്കാത്തത് ദൈവം അവൾക്കായി ഒരുക്കി കൊടുത്തു. ദൈവം അവൾക്കായി ദാനമായി ഒരു പൈതലിനെ ഒരുക്കി കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. തന്റെ അമ്മായിയമ്മ പറഞ്ഞത് കേട്ട് രൂത്ത് അനുസരിച്ചപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, കാല പെറുക്കി നടന്ന വയലിന് അവൾ ഉടമയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നീ ഭാരപ്പെടുന്ന വിഷയം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് ദൈവ സന്നിധിയിൽ അതിനെ സമർപ്പിക്കുക. ആമേൻ, ഹല്ലേലൂയ. നിന്റെ വിഷയങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക, അവൻ അത് നിറവേറ്റി തരും. ആമേൻ. അവൻ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ സകല വിഷയങ്ങള്, സകല ഭാരങ്ങള് നിർവഹിച്ചു തരുവാൻ തക്കവണ്ണം, മാറ്റി തരുവാൻ തക്കവണ്ണം ദൈവം മതിയായവനാണ്. ഈ വചനങ്ങളെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.